ഇഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നി എങ്ങനെ തയ്യാറാക്കാം നോക്കിയാലോ. ഫസ്റ്റ് ചട്നിയുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഒരു സവാള, 4 തക്കാളി, ഒരു പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി എന്നിവ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക്. ഇനി പാൻ ഒന്ന് ചൂടാക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇത് ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ സാധാ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. ആദ്യം തന്നെ വെളുത്തുള്ളി ആഡ് ചെയ്യുക. ഒരു 10 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം പച്ചമുളക്, സവാള, തക്കാളി എന്നിവയെല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം. ഇൻഗ്രീഡിയൻസ് എത്ര വേണം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാമേ. ഓരോന്നിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മൾ ജസ്റ്റ് ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും ജസ്റ്റ് ഇളക്കി കൊടുത്തിരിക്കുക കേട്ടോ. സവാളയും തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി, ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ ഇട്ട ഉപ്പില്ലേ അതെല്ലായിടത്തും ഒന്ന് മിക്സായി കിട്ടണം. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എരിവ് കൂടുതൽ വേണം എന്നുള്ളവരാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യില്ലേ, അതിൻ്റെ കൂടെ ഒന്നും കൂടെ ചേർത്ത് 2 പച്ചമുളക് അരിഞ്ഞ് ചേർത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കാമേ. നന്നായി തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് അരച്ചെടുക്കുക. അതായത് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് അരയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു 10 സെക്കൻഡ് മാത്രം അരച്ചെടുക്കുക. ഇനി നമുക്ക് കടുക് താളിക്കാനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ഉണക്കമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ്ചറും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.